Okay, today we are going to discuss another concept related with the inertial frame of reference. That concept is called the Galilean transformation. Galilean transformation എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമുക്ക് പല ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ മോഷൻ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ നിങ്ങൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ അല്ലെങ്കിൽ സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെ എക്സ്പെരിമെൻറ്റിൽ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ കൊളിഷൻ എന്നുള്ളത് നമുക്ക് ലാബിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. അതിനെ ലാബ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യാം. അതിന് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഏതായാലും ഒറ്റ വാക്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ തന്നെ പല ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഈ പല ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ കോഓർഡിനേറ്റ്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഫ്രെയിമിലും ഓരോ കോർഡിനേറ്റ് വരുന്നുണ്ടാവാം. Now the equations connecting the coordinates of a particle in two different frames are called transformation equations. ഒരു പാർട്ടിക്കിളിൻ്റെ രണ്ട് ഫ്രെയിമിലുള്ള കോഓർഡിനേറ്റ് പരസ്പരം കണക്ട് ചെയ്യുന്ന ഇക്വേഷന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫ്രെയിം എടുക്കുന്നുണ്ട്. ഒരു ഫ്രെയിം ഈ റെഡ് കളറിലുള്ള ആക്സിസ് കാണുന്ന ഫ്രെയിം, ദാറ്റ് ഫ്രെയിം ഈസ് എസ് വിത്ത് ഒറിജിൻ ഒ. ആൻഡ് ദർ ഈസ് അനദർ ഫ്രെയിം എസ് ഡാഷ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമാണ് വിത്ത് ഒറിജിൻ ഒ ഡാഷ്. ഈ രണ്ട് ഫ്രെയിമിൻ്റെയും ഒറിജിൻ ഇനീഷ്യലി കോയിൻസിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും ഒന്നിച്ചായിരുന്നു ഇനീഷ്യലി, അതായത് അറ്റ് ടൈം t = 0. Now the second frame is moving along the x-axis with a velocity v. നമ്മുടെ രണ്ടാമത്തെ ഫ്രെയിം എക്സ് ആക്സിസിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം എക്സ് ആക്സിസിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് വി ടി എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. കാരണം v ആണ് അതിൻ്റെ വെലോസിറ്റി, ടി എന്നുള്ളത് ടൈം ആണെങ്കിൽ അത് ആഫ്റ്റർ ടൈം ടി സെക്കൻഡ് ഈ രണ്ട് ഒറിജിനും തമ്മിൽ വി ടി ഡിസ്റ്റൻസ് അപ്പാർട്ട് ആയിട്ടുണ്ടാവും, വി ടി. നൗ വി കൺസിഡർ എ പോയിന്റ് പി. ദാറ്റ് പോയിന്റ് പി ഹാസ് കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ടി ഇൻ ദ ഇനർഷ്യൽ ഫ്രെയിം എസ്. എസ് എന്നുള്ള ഫ്രെയിമിൽ ആ കോർഡിനേറ്റ്, അതിൻ്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ടി ആണ്. എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമിൽ അതേ പാർട്ടിക്കിളിൻ്റെ കോഓർഡിനേറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടി. ടി എന്നുള്ളത് രണ്ട് ഭാഗത്തും ടി ആണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് ഈ രണ്ട് ഫ്രെയിമിൻ്റെയും ടൈമിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആളുടെ ക്ലോക്കും രണ്ടാമത്തെ ആളുടെ ക്ലോക്കും ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു എർത്തിൽ റെസ്റ്റിലുള്ള ക്ലോക്കും എർത്തിനെ റെസ്പെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ക്ലോക്കും, രണ്ട് ക്ലോക്കും ഒരേ സ്പീഡിലാണ് റൺ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ടൈം എല്ലാവർക്കും സെയിം ആയിരിക്കും. ടൈം ഈസ് ആബ്സല്യൂട്ട് എന്നാണ് ക്ലാസിക്കൽ ഫിസിക്സിലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫ്രെയിമിലും പൊസിഷൻ കോഓർഡിനേറ്റ്സ് ഡിഫറെൻ്റ് ആവാം, പക്ഷേ ടൈം കോഓർഡിനേറ്റ് ടൈമാണ്. അതുകൊണ്ടാണ് എക്സ് വൈ സെഡ് ടിയും എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടിയും വരുന്നത്. നൗ the second frame is moving with respect to the first frame with a velocity v along the common x-axis. രണ്ടിൻ്റെയും എക്സ് ആക്സിസ് കോമൺ ആയി വരുന്നുണ്ട്. ആ കോമൺ എക്സ് ആക്സിസ് അനുസരിച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു ദി ഫ്രെയിം എസ് ഇറ്റ് ഈസ് വെക്ടർ ആർ, സ്മോൾ ആർ, ഈ റെഡ് കളറിൽ കാണുന്ന വെക്ടർ. അതേ പാർട്ടിക്കിളിന് എസ് ഡാഷ് ഫ്രെയിമിലും ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്. ആ പൊസിഷൻ വെക്ടറാണ് ഈ ബ്ലൂ കളറിൽ കാണുന്ന ആർ ഡാഷ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഒ ഡാഷ് ടു പി, ആർ ഡാഷ്. നൗ ബൈ ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ഒ ഡാഷ് പ്ലസ് വെക്ടർ ഒ ഡാഷ് പി. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് ആർ ഡാഷ് എന്ന് വരും. അതാണ് ഇവിടെ ഇത്. ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വി ടി എന്ന് പറയാം. ആർ ഡാഷ് എന്ന് പറയുമ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദി എസ് ഡാഷ് ഫ്രെയിം
is equal to position vector of the particle with respect to the s frame minus vt. ഇവിടെ r dash, r and v are vector quantities. t എന്നുള്ളത് സ്കേലറാണ്. അപ്പോൾ ബോൾഡ് ലെറ്ററിൽ കാണിക്കുന്നത് വെക്ടറാണ്. അപ്പോൾ സോ ദിസ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. And this transformation equation, which connects the coordinates of a point P between two inertial frames, is called the Galilean transformation equation. This equation one is Galilean transformation equation. Actually, R എന്ന് പറയുമ്പോൾ അതിന് 3 കമ്പോണന്റ് ഉണ്ടായിരിക്കും. X ഉണ്ടാവും, Y ഉണ്ടാവും, Z ഉണ്ടാവും. ഈ കമ്പോണന്റ് ഫോമിലേക്ക് എഴുതാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് നമുക്ക് ഇങ്ങനെ പറയാം. X dash is equal to, X dash എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ ഈ എസ് ഡാഷ് ഫ്രെയിമിലുള്ള എക്സ് കോഓർഡിനേറ്റ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് വരും. ബിക്കോസ് എക്സ് ആക്സിസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഡാഷ് എന്നുള്ളത്. സോ ദിസ് ഈസ് എക്സ് ഡാഷ്. ഈ റെഡ് വൈ ആക്സിസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്നുള്ളത്. ഈ റെഡും ബ്ലൂവും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വി ടി എന്നുള്ളത്. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് പറയാം. വൈ ഡാഷും സെഡ് ഡാഷും വൈയും സെറ്റും തന്നെ ആയിരിക്കും. ബിക്കോസ് ദർ ഈസ് നോ മോഷൻ അലോങ് ദി വൈ ഓർ സെഡ് ഡയറക്ഷൻ. വൈ ഡയറക്ഷനിലോ സെഡ് ഡയറക്ഷനിലോ മോഷനൊന്നുമില്ല. അപ്പോൾ വൈ കോർഡിനേറ്റിലും സെഡ് കോർഡിനേറ്റിലും ചേഞ്ച് ഒന്നും വരില്ല. സോ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി ഡാഷ് ഇസ് in fact it is equal to t because by classical mechanics time is absolute. അപ്പോൾ ദിസ് ഇസ് ഈ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വി ടി എന്നുള്ളത് തന്നെയാണ് ഈ മൂന്നെണ്ണം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള നമ്മൾ കൂടെ കാണിക്കാറുണ്ട്. ബിക്കോസ് ടൈം കൂടെ കാണിക്കണം. ഇവിടെ കാണിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ടിയും ടി ഡാഷും ഈക്വൽ ആണ് ബൈ ക്ലാസിക്കൽ ഫിസിക്സ്. പക്ഷേ നമുക്ക് അടുത്ത ജനറലൈസേഷൻ റിലേറ്റിവിറ്റി എത്തുമ്പോൾ ഇത് സെപ്പറേറ്റ് ഇക്വേഷൻ വേറെ തന്നെ വരും. അവിടെ നമുക്ക് കാണാം ടൈം എന്നുള്ളത് ആബ്സല്യൂട്ട് ആവില്ല. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റീവ്. സോ ദിസ് ഇക്വേഷൻ വിച്ച് എക്സ്പ്രസ്സസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോർഡിനേറ്റ്സ് ഫ്രം വൺ ഇനേർഷ്യൽ ഫ്രെയിം ടു അനദർ ഈസ് കാൾഡ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഇനി ഈ ഇക്വേഷന് നമ്മളൊന്ന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ്റെ ചില പെക്യുലാരിറ്റീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് വരാണെങ്കിൽ, ഒന്നാമത്തേത് ടൈം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എനി പർട്ടിക്കുലർ ഫ്രെയിം ഓഫ് റെഫറൻസ്. ടൈം എന്നുള്ളത് എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിലും സെയിം ആണ്. മറ്റൊന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഓർ ടു പാർട്ടിക്കിൾസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എനി പർട്ടിക്കുലർ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ നമുക്കൊരു മൂവ് ചെയ്യുന്ന ബസ് എടുക്കാം. യൂണിഫോം സ്പീഡിലും യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബസ് എർത്തിന് റെസ്പെക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എർത്ത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ബസ്സും ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആവും. എർത്ത് നമുക്ക് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എർത്ത് ഈസ് നോട്ട് ഇനേർഷ്യൽ. അത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. സാധാരണ പ്രാക്ടിക്കൽ പർപ്പസിലെല്ലാം എർത്തിനെ ഇനേർഷ്യലാക്കി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എർത്തിനെ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആക്കി എടുക്കുകയാണെങ്കിൽ ആ എർത്തിൽ മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബസ്സും ഇനേർഷ്യലായിരിക്കും. ഈ ബസ്സിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണം. ഒരാൾ എർത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ആൾക്കൊരു ലെങ്ത്ത് കിട്ടുന്നുണ്ടാവും. ഇനി ബസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ, അതായത് ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വേറെ ഫ്രെയിമാണത്. ആ ഫ്രെയിമിൽ നിന്ന് ആ ബസ്സിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ ആൾക്കൊരു ലെങ്ത്ത് കിട്ടും. ഈ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സ്, അതായത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ കോഓർഡിനേറ്റ്സ് ഡിഫറൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബസ്സിൻ്റെ മുൻഭാഗത്തിൻ്റെ കോർഡിനേറ്റും അതിൻ്റെ പിൻഭാഗത്തിൻ്റെ കോർഡിനേറ്റും രണ്ട് എൻഡ് പോയിൻറ്റിൻ്റെയും കോർഡിനേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ആ കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഏതായാലും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ്റെ കൺസെപ്റ്റ് അബൌട്ട് സ്പേസ് ആൻഡ് ടൈം ഈസ് ദ ടൈം ആൻഡ് ലെങ്ത് ഓർ ഡിസ്റ്റൻസ് എന്ന് പറയാം. ദ ടൈം ആൻഡ് ലെങ്ത് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ബിക്കോസ് ദേ ആർ ആബ്സല്യൂട്ട്. ആര് എവിടുന്ന് മെഷർ ചെയ്താലും കിട്ടുന്ന ടൈമും ലെങ്ത്തും എന്തായിരിക്കും? ടൈം ഇൻ്റർവലും ലെങ്ത്തും സെയിം ആയിരിക്കുമെന്നാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ദേ ആർ ഇൻവാരിയൻറ്റ്. നൗ ഡിഫറൻഷിയേറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ, നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് പ്ലസ് വി ടി എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഡി ആർ ഡാഷ് ബൈ ഡി ടി, ഓർ വി ഈസ് ഈക്വൽ ടു
dr by dt എന്നുള്ളത് നമുക്ക് ക്യാപിറ്റൽ വി എന്ന് വിളിക്കാം. ഇവിടെ സ്മാൾ വി എന്നുള്ളത് ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഫ്രെയിം പ്ലസ് വി ആർ ഡി ആർ ഡാഷ് ബൈ ഡി ടി എന്നുള്ളതിനെ വി ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കാണാം വി ഈസ് ഈക്വൽ ടു വി പ്ലസ് വി ഡാഷ്, വേർ വി is the velocity of the particle with respect to the frame S, capital V, and capital V dash എന്നുള്ളത് it is velocity of the particle with respect to the frame S dash, and small v is the velocity of the frame S dash with respect to frame S. അപ്പോൾ ഇവിടെ where V and V dash are observed velocities of particles in S and S dash frames. Equation 2, this equation transforms the velocity of a particle from one frame to another frame, and this is known as Galilean law of addition of velocities. Galilean law of addition of velocities. ഇത്രയേ ഉള്ളൂ. The velocity of a particle with respect to a frame S is equal to velocity of a particle with respect to another frame S dash plus velocity of that frame S dash with respect to frame S. S ഫ്രെയിമിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ് ഡാഷ് ഫ്രെയിമിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി പ്ലസ് വെലോസിറ്റി ഓഫ് എസ് ഡാഷ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം. നമുക്ക് അത് ഫിസിക്കലി തന്നെ മനസ്സിലാക്കാവുന്നതാണത്. ഇപ്പോൾ ഒരു ബസ്സിൽ ഒരാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അയാളുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ ബസ് പ്ലസ് വെലോസിറ്റി ഓഫ് ദാറ്റ് മാൻ വിത്ത് റെസ്പെക്ട് ടു ബസ്. ആ ബസ്സിനനുസരിച്ച് അയാളുടെ വെലോസിറ്റി കൂട്ടണം പ്ലസ് ബസ്സിൻ്റെ വെലോസിറ്റി കൂട്ടണം, എന്നാലും നമുക്ക് അയാളുടെ നെറ്റ് വെലോസിറ്റി കിട്ടുള്ളൂ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് കാൾഡ് ഗലീലിയൻ ലോ ഓഫ് അഡീഷൻ ഓഫ് വെലോസിറ്റീസ്. ഇതെല്ലാം നമുക്ക് ഫിസിക്കലി വളരെ സിമ്പിൾ ആണെങ്കിലും ഇതൊന്നും കറക്റ്റ് അല്ല, നമ്മൾ പിന്നീട് പറയും ബൈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ബട്ട് ഫോർ ക്ലാസിക്കൽ മെക്കാനിക്സ് ദിസ് ഇസ് കറക്റ്റ്. പ്രാക്ടിക്കൽ ഡേ ടു ഡേ ലൈഫിൽ ഇതെല്ലാം കറക്റ്റാണ്. അഗെയിൻ ഡിഫറൻഷ്യേറ്റിംഗ്, ഈ ഇക്വേഷന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് വി ഡാഷ് എന്നുള്ളതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു d small v by dt. small v constant ആണ്, because second frame is moving with a constant velocity എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആയിരിക്കും. അപ്പോൾ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി വി ഡാഷ് ബൈ ഡി ടി. വാട്ട് ഈസ് ഡി വി ഡാഷ് ബൈ ഡി ടി? വി ഡാഷ് എന്നുള്ളത് ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എസ് ഡാഷ് ഫ്രെയിം. അപ്പോൾ ഡി വി ഡാഷ് ബൈ ഡി ടി എന്നുള്ളത് ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എസ് ഡാഷ് ഫ്രെയിം. ഇറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദി എസ് ഫ്രെയിം. So acceleration of the particle related to two inertial frames are equal. രണ്ട് ഫ്രെയിമിലും ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, രണ്ടും ഇനേർഷ്യൽ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് പറയാം എന്ത്, ഇഫ് എഫ് ഈസ് ദ ഫോഴ്സ് ഇൻ ദ ഇനേർഷ്യൽ ഫ്രെയിം യെസ്, ദെൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സിമിലർലി ഇൻ ദ ഫ്രെയിം എസ് ഡാഷ് ദ ഫോഴ്സ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എം എ ഡാഷ്. But we know that A is equal to A dash. രണ്ടും ഇനേർഷ്യൽ ആണെങ്കിൽ എയും എ ഡാഷും ഈക്വൽ ആയിരിക്കും. A is equal to A dash എന്നാണെങ്കിൽ we see that F is equal to F dash. രണ്ടിലും കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. Thus the force F is equal to ma, that is Newton's second law, defines the force in all inertial frames with the same magnitude and direction. എന്ന് വെച്ചാൽ F is equal to ma എന്നുള്ളത് it defines the force in all inertial frames. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും കിട്ടുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. ഇത് സെയിം എന്ന് പറഞ്ഞാൽ മീനിങ് വെക്ടറാണ്. അപ്പോൾ അത് സെയിം മാഗ്നിറ്റ്യൂഡും ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ലോസ് ഓഫ് ഫിസിക്സ് ഹാവ് സെയിം ഫോം ഇൻ ആൾ ഇനേർഷ്യൽ. ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ നോൺ ആക്സിലറേറ്റിംഗ് ഫ്രെയിംസ്. ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം ആണ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പില്ലർ എന്ന് പറഞ്ഞു, അവിടെ നിന്നാണ് ബാക്കിയെല്ലാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് ഫിസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ചില ടെക്സ്റ്റ് ബുക്കിൽ ലോസ് ഓഫ് മോഷൻ എന്നായിരിക്കും. സോ ദ ലോസ് ഓഫ് ഫിസിക്സ് ഹാവ് ദ സെയിം ഫോം ഇൻ ആൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. ദിസ് ഈസ് നോൺ ആസ് ഗലീലിയൻ ഇൻവാരിയൻസ് ഓർ ഗലീലിയൻ റിലേറ്റിവിറ്റി. അപ്പോൾ ദിസ് ഈസ് ദ ഗലീലിയൻ ഇൻവാരിയൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഗലീലിയൻ ഇൻവാരിയൻസ്. അപ്പോൾ ഇത്രയുമാണ് അതിലുള്ളത്. ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നോൺ ആക്സിലറേറ്റിംഗ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നുണ്ടാവാം. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആൻഡ് എ റിലേറ്റഡ് ഫോഴ്സ് കാൾഡ് fictitious ഫോഴ്സസ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇനേർഷ്യൽ അല്ല എന്നർത്ഥം.
അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ നോൺ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആർ ഇനേർഷ്യൽ. Now the frames of reference in which Newton's laws of inertia does not hold, that is first law of motion. First law ഇല്ലെങ്കിൽ second lawയും obey ചെയ്യില്ല. So in which the frames of reference in which Newton's first and second laws are not obeyed, they are called non-inertial frames. So all accelerated frames, accelerated എന്ന് പറയുമ്പോൾ അത് ലീനിയർ ആക്സിലറേഷൻ ആവാം, അല്ലെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ആവാം, അതല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനും ആവാം. യൂണിഫോം റൊട്ടേഷണൽ മോഷനും, അതായത് യൂണിഫോം സർക്കുലർ മോഷനും എന്ത് തന്നെയാണ്, ഒരു ആക്സിലറേറ്റഡ് മോഷൻ തന്നെയാണ്. ബിക്കോസ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ആക്സിലറേഷൻ ആവട്ടെ, ആൾ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആർ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. എല്ലാ ആക്സിലറേറ്റഡ് ഫ്രെയിംസും നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസും. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസും എന്തെന്നാണ്, നോൺ ഇനേർഷ്യലാണ്. അതുകൊണ്ടാണ് പറയുന്നത് എർത്ത് എന്തല്ല, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എർത്ത് ഈസ് നോട്ട് ഇനേർഷ്യൽ ഫ്രെയിം. ബിക്കോസ് എർത്ത് എന്നുള്ളത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു ടൈപ്പ് സർക്കുലർ മോഷനാണ്. ഒരു ആക്സിലറേഷൻ എർത്തിനുണ്ട് സണ്ണിൻ്റെ സെൻറ്ററിലേക്ക്. അതോടുകൂടി തന്നെ എർത്ത് എന്നുള്ളത് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇതിന് സ്പിൻ മോഷൻ വരുന്നുണ്ട്, സ്പിന്നിങ് ഉണ്ട് അതിൻ്റേതായ ആക്സിസിൽ. അപ്പോൾ അതും ഒരു സർക്കുലർ മോഷനാണ്. അതുകൊണ്ടും എന്ത് വരും, എർത്തിനൊരു ആക്സിലറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് ഒരിക്കലും എന്തല്ല, ഒരു ഇനേർഷ്യൽ ഫ്രെയിം അല്ല. ആക്ച്വലി ഒരു ഇനേർഷ്യൽ ഫ്രെയിം കണ്ടെത്തുന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് ആൾമോസ്റ്റ് എവറിത്തിങ് വി ഒബ്സർവ് ഇൻ ദ യൂണിവേഴ്സ് വിൽ ഹാവ് സം ആക്സിലറേഷൻ ബിക്കോസ് ഓഫ് സം എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ ഹെവൻലി ബോഡീസിലും വേറെ ഏതെങ്കിലും ഒരു ഹെവൻലി ബോഡി കാരണം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് മിക്കവാറും ഒരു ക്ലോസ്ഡ് ഓർബിറ്റിലാവും. ക്ലോസ്ഡ് ഓർബിറ്റ് ആണെങ്കിൽ തന്നെ അത് ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാം ആക്സിലറേറ്റഡ് ആയിട്ട് കാണാറുള്ളത്. പക്ഷേ എർത്തിൽ നമുക്ക് എർത്തിൻ്റെ ആക്സിലറേഷൻ നമുക്ക് അത്രത്തോളം ഫീൽ ചെയ്യാത്തത് കൊണ്ട് എർത്തിനെ വേണമെങ്കിൽ നമുക്ക് നോൺ ആക്സിലറേറ്റഡ് ആയിട്ട്, അതായത് ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്രോക്സിമേറ്റ്ലി. സോ തിയററ്റിക്കലി സ്പീക്കിംഗ് all accelerated frames are non-inertial frames. Now by Newton's second law of motion, F is equal to ma ആണ്. So we consider an inertial frame. Suppose a particle has a mass m and has an acceleration I in an inertial frame. So the force acting on that particle in that inertial frame Fi will be is equal to m into ai. Now accelerated frame-ലേക്ക് നോക്കുകയാണെങ്കിൽ, suppose we have another accelerated frame. If the same particle is observed in the accelerated frame, it will have another acceleration an in that accelerated frame. നമുക്കതിന് നോൺ ഇനേർഷ്യൽ എന്ന രീതിയിലാണ് an എടുക്കുന്നത്. അപ്പോൾ ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ അതേ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ആക്സിലറേഷൻ an ആണ്. an എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ആ an എന്നുള്ളത് വി ക്യാൻ സീ ദാറ്റ് ദിസ് ആ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ അതിന് കിട്ടുന്ന ആക്സിലറേഷൻ an ആണെങ്കിൽ അതിൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് Fn is equal to m into an ആവും. നൗ anഉം aiയും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ Fiയും Fnഉം ഈക്വൽ ആവില്ല. ദാറ്റ് ഈസ് ദ ഫോഴ്സ് മെഷേർഡ് ഫ്രം ദ ഇനേർഷ്യൽ ഫ്രെയിം വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദ ഫോഴ്സ് മെഷേർഡ് ഫ്രം ദി നോൺ ഇനേർഷ്യൽ ഫ്രെയിം. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നും മെഷർ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. എസ് എന്നുള്ളത് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ആണെന്ന് അസ്യൂം ചെയ്യാണ്. ആൻഡ് അനദർ ഫ്രെയിം എസ് ഡാഷ് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ a0 റിലേറ്റീവ് ടു എസ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ സെക്കൻഡ് ഫ്രെയിം എസ് ഡാഷ് എന്നുള്ളത് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി അല്ല. ഇതുവരെ പറഞ്ഞത് വിത്ത് എ യൂണിഫോം വെലോസിറ്റിയാണ്, പക്ഷേ ഇവിടെ ഉള്ളത് it is moving with an acceleration a0 relative to s. Now acceleration of a particle on which no external force is acting. ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം, അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല ഒന്നാമത്തെ ഫ്രെയിമിൽ. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിം എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ കാണുന്നത് ആ പാർട്ടിക്കിളിൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതിൽ ആക്സിലറേഷൻ 0 ആണ്, കാരണം എഫ് 0 ആണെങ്കിൽ എ 0 ആണ്. അപ്പോൾ ആ ഇനേർഷ്യൽ ഫ്രെയിം അനുസരിച്ച് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് പാർട്ടിക്കിളിൽ ഫോഴ്സ് ഒന്നുമില്ല.
ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിൽ ആക്സിലറേഷൻ 0 ആയിരിക്കണം, ബിക്കോസ് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0, എ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇനേർഷ്യൽ ഫ്രെയിം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒബേ ചെയ്യും വേണം. അപ്പോൾ എ ഐ 0 ആയിരിക്കും, എ ഐ ഇസ് ഈക്വൽ ടു 0. അതേ പാർട്ടിക്കിളിനെ രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യണം, എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന്. എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എസ് ഡാഷ് ഫ്രെയിമിന് എന്തുണ്ട്, ഒരു A0 ആക്സിലറേഷൻ ഉണ്ട് റിലേറ്റീവ് ടു എസ് ഫ്രെയിമിനനുസരിച്ച്. അപ്പോൾ എസ് ഡാഷ് ഫ്രെയിമിങ്ങിനെ മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യണം A0യിൽ. നമുക്കൊരു ബസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ബസ് മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഫുട്ബോൾ പിന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും, പിന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യും. ബസ്സിന് എത്രത്തോളം ആക്സിലറേഷൻ മുന്നോട്ട് കിട്ടുന്നുണ്ടോ അതേ ആക്സിലറേഷനാണ് ഈ ഫുട്ബോളിന് പിന്നോട്ട് കിട്ടുന്നുണ്ടാവുക. ആക്ച്വലി ആ ആക്സിലറേഷൻ ആർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഫുട്ബോളിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളത് ബസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. ബസ്സിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുന്നുണ്ടാവുക ഫുട്ബോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ബസ് മൂവ് ചെയ്യാന്ന് പറയും. ബിക്കോസ് ഓഫ് ഇനർഷ്യ ഫുട്ബോൾ ആ ആദ്യത്തെ പൊസിഷനിൽ സ്പേസിൽ എവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്, ബസ് മുന്നോട്ട് മൂവ് ചെയ്യുകയാണെന്നാണ് ആര് പറയുന്നുണ്ടാവുക, പുറമെ ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുന്നുണ്ടാവുക. അവർ പറയുന്നുണ്ടാവുക ബസ്സിന് ആക്സിലറേഷൻ ഉണ്ട്, ഫുട്ബോൾ റഷിലാണെന്ന് പറയും, വിത്ത് റെസ്പെക്ട് ടു ദം. അതേസമയം ഉള്ളിലുള്ള ആളുകൾ പറയുന്നുണ്ടാവുക ബസ്സിൻ്റെ ആക്സിലറേഷൻ അവർ മൈൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് അവരൊക്കെ സംബന്ധിച്ച് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ അവർ മൈൻഡ് ചെയ്യുന്നില്ല, ബസ് അവരെ ഫ്രെയിമാണ്. അപ്പോൾ ആ ഫ്രെയിം അനുസരിച്ച് ഫുട്ബോൾ ബാക്കോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫുട്ബോളിന് കിട്ടുന്ന ആക്സിലറേഷൻ എന്നുള്ളത് ഇറ്റ് വിൽ ബി മൈനസ് A0, ബിക്കോസ് A0 എന്നുള്ളത് ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബസ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. So inside the bus the football will be moving in the backward direction, so it will get an acceleration in the negative direction, so it will be minus A0. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിൽ ഇരിക്കുന്ന ആളുകൾ മെഷർ ചെയ്യുന്നുണ്ടാവുക ആ ഫുട്ബോളിൽ വരുന്ന ഫോഴ്സ് ഇറ്റ് വിൽ ബി മൈനസ് MA0. അപ്പോൾ അവർ പറയും, ബസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പറയുമ്പോൾ എന്ത്, എ ഫോഴ്സ് മൈനസ് MA0 ഈസ് ആക്ടിങ് ഓൺ ദ ഫുട്ബോൾ. പക്ഷെ അവരെ സംബന്ധിച്ച് എന്താ കാണുന്നത്, അവർ ആ ഫുട്ബോളിനെ ആരും ഒന്നും തട്ടുന്നൊന്നും ചെയ്യുന്നില്ല, ആരും ഫുട്ബോളിനെ തട്ടുന്നില്ല, എന്നിട്ടും ഫുട്ബോൾ എന്ത് വരുന്നുണ്ട്, മൈനസ് MA0 എന്നുള്ള ഒരു ഫോഴ്സ് വരുന്നുണ്ട്. സോ ദിസ് ഫോഴ്സ് വിച്ച് ഈസ് നോട്ട് ഒബേയിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇവിടെ ഇപ്പോൾ ഒബേ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഫോഴ്സ് ഒന്നും ഇല്ല, എന്നിട്ടും ആക്സിലറേഷൻ കാണുന്നുണ്ട്. സോ സച്ച് എ ഫോഴ്സ് വിച്ച് ഡസ് നോട്ട് റിയലി ആക്ട് ഓൺ ദ പാർട്ടിക്കിൾ. ആക്ച്വലി അത് പാർട്ടിക്കിളിൽ അങ്ങനത്തെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, പക്ഷേ എന്താ കാരണം, ബട്ട് അപ്പിയേഴ്സ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. ആ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ അങ്ങനെ നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് എ സൂഡോ ഫോഴ്സ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ്. സൂഡോ എന്ന് പറയുമ്പോൾ ഇല്ലാത്തതെന്നർത്ഥം. അപ്പോൾ ഒരു ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കാൾഡ് എ സൂഡോ ഫോഴ്സ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ്. സോ ഇഫ് A0 ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ ഫ്രെയിം, then the fictitious force acting on a particle in that frame will be F0 is equal to minus MA0. അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ സൂഡോ ഫോഴ്സ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ എന്ത്, എല്ലാ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും, അതായത് എല്ലാ ആക്സിലറേറ്റഡ് ഫ്രെയിമിലും, ഇൻ ആൾ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് എവറി പാർട്ടിക്കിൾ ഹാവിങ് എ മാസ് M will appear to be acted upon by a force മൈനസ് MA0. അതിലുള്ള ഓരോ പാർട്ടിക്കിളിലും മൈനസ് MA0 എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ദാറ്റ് അപ്പിയറൻസ് ഓർ ദാറ്റ് ഫോഴ്സ് വിച്ച് അപ്പിയർ ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കാരണമാണ് ഫോഴ്സ് അവിടെ അപ്പിയർ ചെയ്യുന്നത്, അങ്ങനെ ഒരു ആക്ച്വൽ ഫോഴ്സ് വരുന്നില്ല. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് സൂഡോ ഫോഴ്സ് ഓർ ഫിക്ടീഷ്യസ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് F0 ഈക്വൽ ടു മൈനസ് MA0 എന്നുള്ളത്. ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കാൻ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഫ്രെയിം എടുക്കുകയാണ്, S എന്നുള്ള ഫ്രെയിമും S ഡാഷ് എന്നുള്ള ഫ്രെയിമും. ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാണ് P എന്നുള്ള പാർട്ടിക്കിൾ, അതിൻ്റെ കോർഡിനേറ്റ്സ് XYZT ആൻഡ് X ഡാഷ് Y ഡാഷ് Z ഡാഷ് T ഡാഷ്. ദ സെക്കൻഡ് ഫ്രെയിം S ഡാഷ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ A0 റിലേറ്റീവ് ടു ദ ഫസ്റ്റ് ഫ്രെയിം. അപ്പോൾ ഇവിടെ തൊട്ട് മുമ്പത്തെ കേസ് പോലെയല്ല, ഇവിടെ രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് എൻ ആക്സിലറേഷൻ. തൊട്ട് മുമ്പത്തെ കേസിലുണ്ടായിരുന്നത് രണ്ടാമത്തെ ഫ്രെയിം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരുന്നു. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ രണ്ട് ഫ്രെയിമും ഇനേർഷ്യലായിരുന്നു, പക്ഷേ ഇവിടെ ഉള്ളത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിലാണ് സെക്കൻഡ് ഫ്രെയിം മൂവ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് എൻ ആക്സിലറേഷൻ A0. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ ON എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്, ഈ രണ്ട് ഫ്രെയിമിൻ്റെയും കോർഡിനേറ്റ്സ് കോയിൻസിഡൻ്റ് ആയിരുന്നു അറ്റ് ടൈം T equal to 0. So after a time T seconds,
the distance covered OI ON എന്നുള്ള ഈ ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല അനുസരിച്ച് ഇനീഷ്യലി ഇത് രണ്ടും ഇവിടെ കോയിൻസിഡൻ്റ് ആണ്. സോ ദ ഡിസ്റ്റൻസ് വിൽ ബി ഹാഫ് എ ടി സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു A0 ടി സ്ക്വയർ എന്ന് വരും ഈ ഡിസ്റ്റൻസ്. OI ON എന്നുള്ള ഡിസ്റ്റൻസ് ഹാഫ് A0 ടി സ്ക്വയർ. So we can see that Ri, vector Ri is equal to, Ri എന്ന് പറയുമ്പോൾ position vector of the particle with respect to inertial frame is equal to vector Rn. Rn എന്ന് പറയുമ്പോൾ position vector of the same particle in the non-inertial frame. Ri is equal to Rn plus half A0 t square എന്ന് വരും. Now differentiating this one, we get dRi by dt is equal to dRn by dt plus A0 t എന്ന് വരും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ ആർ ഐ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ആർ എൻ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് A0 ടിയുടെ ഡിഫറൻഷ്യൽ വീണ്ടും വരെ A0 എന്ന് വരും. രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡി സ്ക്വയർ ആർ ഐ ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള ഇറ്റ് ഈസ് AI. ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഇൻ ദ ഇനർഷ്യൽ ഫ്രെയിം. സോ AI ഈസ് ഈക്വൽ ടു d square Rn by dt square and it is acceleration in the non-inertial frame. AI is equal to An plus A0. A0 എന്നുള്ളത് it is acceleration of the non-inertial frame with respect to the inertial frame. Or An is equal to, that is acceleration in the non-inertial frame is equal to AI minus A0. M കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ M into An is equal to M into AI minus M into A0. That is Fn is equal to Fi plus Fr. Because this Fn എന്ന് പറയുമ്പോൾ it is the force acting in the non-inertial frame. It is equal to Fi എന്നുള്ളത് it is force acting in the inertial frame. Minus Ma0 എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. Minus Ma0 എന്നുള്ളത് it is the fictitious force F0. So that minus Ma0 can be taken as plus F0. So Fn is equal to Fi plus F0. So this is the relation connecting the forces in inertial and non-inertial frame. Inertial frame force Fi ആണെങ്കിൽ non-inertial frame force Fi അല്ല, Fiയുടെ കൂടെ എന്തുകൂടെ വരും, ഒരു fictitious force കൂടെ വരും. Non-inertial frame force Fn is equal to Fi plus F ആയിരിക്കും. This formula gives the observed force in the accelerated, that is non-inertial system. So this is called a fictitious force. ഇനി നമ്മൾ ഈ fictitious ഫോഴ്സിനുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മുടെ സെക്കൻഡ് ഫ്രെയിം എന്നുള്ളത് റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണെന്ന് വെച്ചാൽ ചെയ്യാം. സപ്പോസ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ യൂണിഫോം angular velocity omega about an axis with respect to the inertial frame. S frame അനുസരിച്ച് S dash frame എന്നുള്ളത് റൊട്ടേറ്റിംഗ് ആണെന്ന് അസ്യൂം ചെയ്യാം. റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു ഇനേർഷ്യൽ ഫ്രെയിം. ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളത് ഈ S dash ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളത് with respect to inertial frame അനുസരിച്ച് അതിൻ്റെ ആക്സിലറേഷൻ it will be equal to minus omega square r. Minus omega square r എന്ന് പറയുമ്പോൾ r എന്നുള്ളത് it is the position vector directed away from the axis of rotation. നമ്മളെ റൊട്ടേഷൻ ആക്സിസിൽ നിന്ന് പുറമേക്കുള്ള ഒരു വെക്ടറാണ് r എന്നുള്ളത്. മൈനസ് ഒമേഗ സ്ക്വയർ r എന്ന് പറയുമ്പോൾ that acceleration is towards the center. നമുക്കറിയാം ഏത് റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ആ ഒബ്ജക്റ്റിലെല്ലാം എന്ത് വരും, ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. സെൻട്രിപെറ്റൽ എന്ന് പറയുമ്പോൾ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ വേണം, എന്നാൽ മാത്രമേ അതിന് റൊട്ടേഷണൽ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മൈനസ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനെ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിലേക്ക് എന്ത് വേണം, ഒരു ആക്സിലറേഷൻ വേണം. അതുകൊണ്ടായി നെഗറ്റീവ് വരാൻ കാരണം മൈനസ് ഒമേഗ സ്ക്വയർ ആണ്.
ഒമേഗ സ്ക്വയർ ആർ എന്നുള്ളത് നിങ്ങൾക്കറിയാം വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതാണ് ഈ ഒമേഗ സ്ക്വയർ ആറാവുന്നത്. ഏതായാലും ഇത്രയും ആക്സിലറേഷൻ എന്നുള്ളത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കാണാം ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഓൺ എ മാസ് എം ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ നമ്മളൊരു മാസ് എം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F0 എന്ന് പറയാം. F0 വിൽ ബി ഈക്വൽ ടു മൈനസ് എം എ 0. അത് ആൾറെഡി ഉള്ളതാണ് ഈ നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് മൈനസ് ഇൻറ്റു ദിസ് മൈനസ്. അപ്പോൾ അത് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും. അപ്പോൾ ഇവിടെ എം ഒമേഗ സ്ക്വയർ ആർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം ദിസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് ആക്ടിങ് എവേ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷന് പുറമേക്കാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് എവിടെ മാത്രമേ ഈ ഫോഴ്സ് ഫീൽ ചെയ്യുള്ളൂ? ഇറ്റ് ഈസ് ഫെൽറ്റ് ഓൺലി ഇൻ എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ ഈ ഫോഴ്സ്. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഈ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് എവേ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആ ആക്സിസ് ഓഫ് റൊട്ടേഷന് പുറമേക്കാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് കാൾഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന് പറയുന്ന പേരാണിത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാം. ആൻഡ് ഈസ് ഒബ്വിയസ്ലി ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെൻറ്റർ. അത് സെൻറ്ററിൽ നിന്ന് പുറത്തേക്കാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദ സൈൻ ഈസ് പ്ലസ് ആർ. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫിക്റ്റീഷ്യസ് ഓർ സൂഡോ ഫോഴ്സ്. ബട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നല്ല, സൂഡോ ഫോഴ്സ് അല്ല. ബിക്കോസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ളത് ഒരു ആക്ച്വൽ ഫോഴ്സ് ആണ് ടുവാർഡ്സ് ദ സെൻറ്റർ. അതിപ്പോൾ നമുക്ക് കാണാം, ഒരു നൂല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നൂലിൽ സെൻറ്ററിലേക്ക് ഒരു വലിവ് ഉണ്ടായിരിക്കും. അത് ടെൻഷനാണ്. അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ സണ്ണിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിലെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ചിട്ട്. അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരിക്കലും സൂഡോ ഫോഴ്സ് അല്ല, അത് ഉള്ളത് തന്നെ ആക്ച്വൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ആർക്കേ ഫീൽ ചെയ്യുള്ളൂ? അത് ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കണം, അപ്പോഴേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫീൽ ചെയ്യുള്ളൂ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സൂഡോ ഫോഴ്സ് ആണ്. അത് എം ഒമേഗ സ്ക്വയർ ആർ എന്ന രീതിയിൽ ആക്സിസിന് പുറത്തേക്കാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളത് ആ സെൻറ്ററിൽ നിന്ന് എവേ ഫ്രം ദ സെൻറ്റർ എന്ന രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ആർക്ക് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ? ഇറ്റ് വിൽ ബി ഫെൽറ്റ് only by observer in the rotating frame. റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള ഒബ്സർവർ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഒബ്സർവർ ഇങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്നും ഫീൽ ചെയ്യില്ല എന്നർത്ഥം. സോ ദിസ് ഈസ് ദി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കാരണം അതിലുള്ള എല്ലാ പാർട്ടികളിലും ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് അപ്പിയർ ചെയ്യും. ആക്ച്വലി അങ്ങനെ ഒരു ഫോഴ്സ് ഒന്നും ഇല്ല. ദാറ്റ് ഈസ് കാൾഡ് നോൺ ഇനേർഷ്യൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ മൈനസ് എം എ 0. അതിനൊരു എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളത്. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനുള്ള ഒരു എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദർ ഈസ് അനദർ എക്സാമ്പിൾ വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. So thank you for attending this session.